Hello, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ജെന്റിൽമാൻ തീം കേക്ക് ആയിട്ടാണ്. അപ്പോൾ ഫോണ്ടന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. ഈ കേക്കിന്റെ പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഫോണ്ടന്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഹോം മെയ്ഡ് ഫോണ്ടന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് CMC പൗഡർ ആണ്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണിൽ കൂടാൻ പറ്റില്ല. കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു സോൾട്ടി ടേസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ കുറച്ച് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ടൈക്കറിൻ്റെ ലിക്വിഡ് കളറായിട്ടുള്ള ലെമൺ യെല്ലോ ആണ്. ഇനി ഇതിലേക്ക് ടൈക്കറിൻ്റെ ഓറഞ്ച് റെഡും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി മാജിക് കളേഴ്സിൻ്റെ ബ്ലാക്ക് ഒരു ഇത്തിരി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള ടൈക്കറിൻ്റെ ലെമൺ എല്ലാം കൂടെ കുറച്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഗോൾഡൻ്റെ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് ഫോണ്ടന്റ്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇപ്പോൾ ക്രൗൺ ഉണ്ടാക്കാൻ പാകത്തിനുള്ള ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ക്രൗണിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് കറക്റ്റ് റൗണ്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട്. ഇനി ഞാൻ ഈ ഒരു ബോക്സ് അടച്ചിട്ടൊരു 3-4 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അങ്ങനെ 3-4 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് കറക്റ്റ് നമുക്ക് ഹാർഡായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി ഡെക്കറേഷൻസ് ചെയ്യാം. ക്രൗണിൽ ഡെക്കറേറ്റ് ചെയ്യേണ്ട കുറച്ച് ബോൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ബോൾസ് ഞാൻ ഇപ്പോൾ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചെറിയൊരു പീസ് ഫോണ്ടന്റ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു നൂലിൻ്റെ ഷേപ്പിലാക്കിങ്ങാട് എടുക്കുന്നുണ്ട്. അപ്പോൾ ക്രൗൺ ഞാനൊരു 3 മണിക്കൂറൊക്കെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിൻ്റെ അടിയത്തെ ഡെക്കറേഷൻസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ നൂല് പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഫോണ്ടന്റ് നമ്മൾ കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നൂലൊട്ടിച്ചതിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബോൾസും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്പേഴ്സ് ആണ് ഉണ്ടാക്കുന്നത് 2 and 7.
അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ ഞാനത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി 2ൻ്റെ ഷേപ്പിൽ നമ്മൾ നൈഫ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതുപോലത്തെ കുറച്ച് വർക്കുള്ളൊരു മോൾഡ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോണ്ടൻറ്റിൻ്റെ പീസ് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്കിൻ്റെ ഷേപ്പിൽ നമുക്കത് കിട്ടും. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൽ കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു നമ്പേഴ്സിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബോ ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു ബ്രൗൺ ഫോണ്ടൻ്റ് ആദ്യം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ട്രയലായിരുന്നു, ഏതൊക്കെ കളർ മിക്സ് ചെയ്താലാണ് കിട്ടുകയെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു ട്രയൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെൻ്റെ പുതിയ മാജിക് കളേഴ്സിൻ്റെ ചോക്ലേറ്റ് എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ആഡ് ചെയ്താൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ആഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഏതൊക്കെ കളേഴ്സാണ് ഞാൻ മിക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ടൈഗറിൻ്റെ യെല്ലോ കളറാണ്, ലിക്വിഡ് കളറാണ് കേട്ടോ ഇത്. പിന്നെ ടൈഗറിൻ്റെ തന്നെ ഓറഞ്ച് റെഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ബ്രൗൺ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് ലൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചോക്ലേറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കളർ കിട്ടുന്നവരെ നമ്മൾ കളേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം.
ഇനി ഷർട്ടിൻ്റെ ആ കോളർ സൈസിൽ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി ബട്ടൺസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് റൗണ്ട്സ് ആക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ബട്ടൺസിൻ്റെ 4 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രൗൺ ഫോണ്ടന്റ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലത്തെ വർക്ക് ഞാൻ ഇതുപോലെ പ്രസ് ചെയ്തങ്ങാട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു വർക്ക് നമുക്ക് ഈ ഒരു കോളറിൻ്റെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി കോളറിൻ്റെ ഉള്ളിൽ ആ ഒരു ഷർട്ട് പോലെ ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ വൈറ്റ് ഫോണ്ടൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ യെല്ലോയിൽ ചെയ്തിട്ടുള്ള വർക്ക് ഇതുപോലെ ഞാൻ ബ്രൗണിലും ഒരുപാട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഡെക്കറേഷൻസ് എല്ലാം കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ദിവസം ഇത് ഹാർഡ് ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കേക്ക് ഡെലിവറിയുടെ തലേ ദിവസമാണ് ഞാൻ ഈ ഒരു യെല്ലോ കളറ് ഡെക്കറേഷൻസിലേക്കൊക്കെ ഈ ഒരു ഗോൾഡൻ പൗഡർ ഡസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ മാജിക് കളേഴ്സിൻ്റെ ഗോൾഡൻ ഡസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒരു 2 ഡ്രോപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പൗഡർ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള യെല്ലോ ഡെക്കറേഷൻസിലെല്ലാം ഈ ഒരു ഗോൾഡൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്രൗൺ കളർ ഫോണ്ടൻ്റ് റെക്ടാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഒരു യെല്ലോയും കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു ബോക്സ് പോലെ കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു 27 എന്നുള്ളത് അതിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ 27 എന്നുള്ള ഈ ഒരു നമ്പേഴ്സിൻ്റെ ബാക്കിലായിട്ട് ഒരു കട്ടിയുള്ള കുറച്ച് ചാർട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എഡിബിൾ ഗ്ലൂ വെച്ചിങ്ങാണ്ട് ഒട്ടിച്ചതാണ് ആ ഒരു ചാർട്ട്. അപ്പോൾ ഇതിൽ നല്ല സ്റ്റിക്കായി ഇങ്ങാണ്ട് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതുപോലെ ഇതിലിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു 7ൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് ഫോണ്ടൻ്റ് യൂസ് ചെയ്തിട്ട് ഒരു ക്യാപ്പും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി. അത് ഞാൻ ഈ ഒരു 7ൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ ഇത് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നുണ്ട്.
അപ്പോൾ ഇത് 1 kg ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ 1 kg ബാറ്റർ ഞാൻ 6 ഇഞ്ചിൻ്റെ മോൾഡിൽ 2 പ്രാവശ്യം ബേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. ബ്ലാക്ക് കളർ ബേസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റിക്കും കൂടെ സെൻറ്ററിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ടാണ്. ഇനി പുറത്തത്തെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കി വന്നിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ് ക്രീം ഉണ്ട്. അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുള്ള ഗനാഷ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു കളറാണ് കിട്ടിയത്. ഇനി ഞാൻ ഇതിലേക്ക് മാജിക് കളേഴ്സിൻ്റെ ചോക്ലേറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോണ്ടന്റിലേക്ക് ആഡ് ചെയ്ത കളർ തന്നെയാണ്. അതുപോലെ ടൈഗറിൻ്റെ ലെമൺ യെല്ലോ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡാർക്ക് ബ്രൗൺ കിട്ടുന്നവരെ നമ്മൾ കളേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഒന്നുകൂടെ ഡാർക്ക് ബ്രൗൺ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഗനാഷ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് നല്ല ഡാർക്ക് ബ്രൗൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ പുറത്തത്തെ ഐസിങ് ചെയ്യാം. ഞാനിപ്പോൾ ഐസിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും നല്ല ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ. ഇനി നമുക്ക് കേക്കിലേക്ക് ഡെക്കറേഷൻസ് വെച്ചുകൊടുക്കാം. അപ്പോൾ ഡെലിവറി ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഫോണ്ടന്റ് ഡെക്കറേഷൻസ് ഒക്കെ കേക്കിലേക്ക് വെച്ചുകൊടുക്കാൻ പറ്റുക. അപ്പോൾ ആദ്യം ഞാൻ ക്രൗൺ വെച്ചുകൊടുക്കുന്നുണ്ട്. വൈറ്റ് കളർ ഫോണ്ടന്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു ലൈനും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് വാട്ടർ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. ഇനി ബോ വെച്ചെടുക്കാം. ബോ വെച്ചെടുക്കാൻ വേണ്ടി ഞാൻ ബോയിൽ 3 സ്റ്റിക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 3 സ്റ്റിക്ക് വേണ്ട കേട്ടോ. ആ ഒരു സെൻറ്ററത്തെ സ്റ്റിക്ക് വേണ്ട. ബാക്കി 2 സ്റ്റിക്കാണ് ഞാൻ വെക്കുന്നത്. ആ സെൻറ്ററത്തെ സ്റ്റിക്ക് നമുക്ക് ഒരു പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലെ 2 സ്റ്റിക്കും ഞാൻ ചെരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് കേക്കിലേക്ക് നമുക്ക് കുത്തി ഇറക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ബോ വീഴാതെ നേരെ നിൽക്കും. ഇനി ഞാൻ ഇവിടെ ആയിട്ട് കുറച്ച് ഗനാഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നമ്പേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് 1 kg ചോക്ലേറ്റ് കേക്കാണ്. 1 kgക്ക് 800 രൂപയാണ് വരുന്നത്. പ്ലസ് ഇതിൻ്റെ ഡെക്കറേഷന് 900 രൂപയാണ്. അപ്പോൾ ടോട്ടൽ വരുന്നത് 1700 രൂപയാണ് ഈ ഒരു കേക്കിന്. ഇത് എൻ്റെ കേക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്. ക്രിയേറ്റീവ് കേക്ക്സ് എന്നാണ് പേജിൻ്റെ നെയിം. ഇതിൽ ഒരുപാട് കേക്കിൻ്റെ വെറൈറ്റി പിക്സും ഡിസൈൻസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പോൾ തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.